بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അതിന് 48-ാമത്തെ അധ്യായത്തിന് നൽകിയിട്ടുള്ള തലക്കെട്ട് ഫത്ഹ് എന്നാണ്. സൂറത്തുൽ ഫത്ഹ്, വിജയമെന്നാണ് അതിനർത്ഥം. ഈ സൂറത്ത് ആരംഭിക്കുന്നത് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൃഷ്ടികർത്താവായ അല്ലാഹു മുഹമ്മദ് നബിയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, തീർച്ചയായും താങ്കൾക്ക് നാം വ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. ഏതാണ് ഈ വിജയം? ഇസ്ലാമിക ചരിത്രത്തിലെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുണ്ട്. നീണ്ട 13 വർഷക്കാലഘട്ടത്തിലെ മക്കയിലെ പീഡനങ്ങളുടെ നാളുകൾക്ക് ശേഷം മദീനയിലേക്ക് പ്രവാചകനും സ്വഹാബിമാരും പലായനം ചെയ്തെത്തി. മദീനയുടെ ഭരണാധികാരത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിരുന്ന ദിവസമുണ്ട്. അതിനെക്കുറിച്ചല്ല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്ലാമികപര സാമൂഹ്യ സംവിധാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നീതിനിഷ്ഠമായ ഒരു സാമൂഹ്യ സംവിധാനം, ഒരു ബഹുസ്വര സംവിധാനം, മുസ്ലിങ്ങളും അവിടുത്തെ മുശ്രിക്കുകളും ജൂതന്മാരുമെല്ലാം അടങ്ങുന്ന തൻ്റെ സമൂഹത്തിൽ കൃത്യമായ ദിശാബോധവും ധിഷണയും മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക സാമൂഹ്യ സംവിധാനം വളരുന്നു എന്നറിഞ്ഞ് അതിനെ തകർക്കുവാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന ആളുകളുമായി ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറ 2-ാമത്തെ വർഷം നടന്ന വലിയൊരു യുദ്ധമുണ്ട്. കേവലം 300-ലധികം ആളുകൾ കാര്യമാത്ര പ്രസക്തമായ ആയുധങ്ങളൊന്നുമില്ലാതെ 1000-ലധികം വരുന്ന സർവായുധ സജ്ജരായ ആളുകളോട് പോരാടിയ ബദറിലെ രണാങ്കണത്തിലെ ദിവസം. ബദറിൽ വെച്ച് ഈ 300-ലധികം ആളുകൾ 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ആളുകളുമായി വിജയിച്ച വമ്പിച്ച സംഭവമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. പക്ഷേ അതിനെക്കുറിച്ചുമല്ല പരിശുദ്ധ ഖുർആൻ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞത്. ബദറിലെ പരാജയത്തിന് പകരം വീട്ടുന്നതിന് വേണ്ടി കടന്നു വന്ന് ഹിജറ 3-ാമത്തെ വർഷം
ബദർ കഴിഞ്ഞ ഏകദേശം 1 വർഷങ്ങൾക്ക് ശേഷം മക്കയിലെ വലിയൊരു സൈന്യം മദീനയിലെത്തി. മദീനയുടെ കവാടമായ ഉഹുദിൽ വെച്ച് മുസ്ലിങ്ങളുമായി പോരാടുകയും ആദ്യം മുസ്ലിങ്ങൾ ജയിക്കുകയും പിന്നീട് അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ മുസ്ലിങ്ങൾക്ക് ഏറെ കേടുപാടുകൾ സംഭവിക്കുകയും, പക്ഷേ മദീനയെ തകർക്കുക എന്ന ലക്ഷ്യം നേടാൻ കഴിയാതെ മുശ്രിക്കുകൾ തിരിച്ചു പോവുകയും ചെയ്ത ഉഹുദ് യുദ്ധം, ആ ഉഹുദ് യുദ്ധത്തെക്കുറിച്ചുമല്ല ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് പറഞ്ഞത്. ഉഹുദും ബദറും നൽകിയ പാഠത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹം മക്കയിൽ വളർന്ന് വികസിച്ചാൽ നീതിയുടെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒരു സാമൂഹ്യ സംവിധാനം ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഇസ്ലാമിക സമൂഹം അത് മദീനയിൽ നിന്ന് വളർന്നാൽ അത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, തങ്ങളുടെ പരമ്പരാഗതമായ അവകാശങ്ങൾക്ക് മുഴുവനും ഹാനിയുണ്ടാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ തങ്ങൾ മാത്രമല്ല തങ്ങളുമായി സഖ്യത്തിലേറുവാൻ സന്നദ്ധതയുള്ള അടുത്ത സ്ഥലങ്ങളിലുള്ള സകല ഗോത്രങ്ങളെയും സമീപിച്ച് ആ ഗോത്രങ്ങളിലെല്ലാമുള്ള പടയാളികളെ ഒരു കൂട്ടി 10,000-ഓളം വരുന്ന അന്നത്തെ അറേബ്യയിലെ ജനസംഖ്യ എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഭീമമായ സൈനികമായ മുന്നേറ്റം. ഹിജ്റ 5-ാമത്തെ വർഷം ആ സൈനികമായ മുന്നേറ്റം മദീനയെ തരിശാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക സമൂഹം പേരിന് പോലും അവശേഷിച്ചുകൂടാ എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെയുള്ള പടയാളികളെ, അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവനും കൊന്നൊടുക്കുകയും ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി കൊണ്ടുവന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും അടിമകളാക്കി തീർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി 10,000-ഓളം വരുന്ന വലിയൊരു സൈന്യം മക്കയിൽ നിന്ന് മദീനയെ തകർക്കാൻ സന്നദ്ധമായി കടന്നു വന്നപ്പോൾ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം പേർഷ്യൻ യുദ്ധതന്ത്രമായ സ്വന്തം നാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പേർഷ്യക്കാർ സ്വീകരിച്ചിരുന്ന യുദ്ധതന്ത്രം നാടിന് ചുറ്റും മദീനയ്ക്കു ചുറ്റും അവരുടെ കുതിരകൾക്കോ ആനകൾക്കോ ഒട്ടകങ്ങൾക്കോ മനുഷ്യർക്കോ എടുത്തു ചാടാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ കിടങ്ങു കുടിക്കുക എന്ന തന്ത്രം, ആ തന്ത്രം പയറ്റുകയും ആ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദീനക്കാരെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവർ മക്കയിലെ മുശ്രിക്കുകളും സഖ്യകക്ഷികളും അഹ്സാബുകാരും മദീനയിൽ ഈ കിടങ്ങിന് മുന്നിൽ തമ്പടിച്ചിരുന്ന സമയം, ആ കിടങ്ങിന് മുന്നിൽ പക്ഷേ തമ്പടിച്ച മുശ്രിക്കുകളുടെ നേതൃത്വം ഈ കിടങ്ങ് കുടിച്ചാലും മദീനക്കാരെ അവരെ നശിപ്പിക്കുക തന്നെ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന സന്ദർഭത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ മദീനയിലെ സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരുമെല്ലാം ഭക്ഷണമില്ലാതെ പുറത്തു പോകാൻ കഴിയാതെ പ്രയാസപ്പെടുകയും ഈ കിടങ്ങിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവർ കീഴടങ്ങുക തന്നെ ചെയ്യുമെന്നും മദീനയെ തകർക്കാൻ കഴിയുമെന്നും വിചാരിച്ചുകൊണ്ട് അവിടെ തമ്പടിച്ച സന്ദർഭം. അതോടൊപ്പം തന്നെ തന്ത്രങ്ങളിലൂടെ മദീനക്കകത്തുള്ള മുസ്ലിങ്ങളുമായി കരാറിലായിരുന്ന ജൂതന്മാരെ സ്വന്തക്കാരാക്കുകയും ആ ജൂതന്മാരെ ഉപയോഗപ്പെടുത്തി മദീനയിലേക്ക് തന്ത്രപ്രധാനമായ ഭാഗത്തുകൂടി യൂതന്മാർ ജീവിക്കുന്ന സ്ഥലത്തുകൂടി കോട്ടക്കകത്തുകൂടി മദീനക്കകത്തേക്ക് കടന്ന് മദീനയെ നാമാവശേഷമാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മൂർത്തഭാവം പ്രാപിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിൻ്റെ രൂപത്തിൽ സഹായമയക്കുകയും ആ കാറ്റും കോളും വടി കുതിരകൾ പിന്തിരിഞ്ഞോടുകയും അഹ്സാബുകാർക്ക് മദീനയെ തകർക്കാൻ കഴിയാതെ തിരിച്ചു പോവുകയും ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജ്റ 5
മഹത്തായ ഖന്ദഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം എന്നറിയപ്പെടുന്ന സംഭവത്തെക്കുറിച്ചുമല്ല പരിശുദ്ധ ഖുർആൻ ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന് പറഞ്ഞത്. അഹ്സാബ് യുദ്ധത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിതാ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം ദൈവിക ബോധനമാണ്, പടച്ചവനിൽ നിന്നുള്ള വഹിയാണ്. ആ സ്വപ്നം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം സാഗൂതം കേട്ടിരുന്നു സഹാബി സഞ്ജയം. അവരോട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം നമ്മളെല്ലാവരും കൂടി മക്കയിലെത്തി അള്ളാഹുവിന്റെ ഗേഹത്തെ കഅബാലയത്തെ തവാഫ് ചെയ്യുമെന്ന സ്വപ്നമാണ്. ഇതാ സ്വപ്നം സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾക്കൊരുങ്ങാം. സഹാബിമാർക്ക് പ്രവാചകൻ പറഞ്ഞത് കേട്ടേ പരിചയമുള്ളൂ, അതനുസരിച്ചേ ശീലമുള്ളൂ. ഒപ്പം തന്നെ മക്കയിൽ നിന്ന് വന്നവരും മദീനയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരുമായ മുഹാജിറുകളും അൻസാരികളും, അവർക്ക് ഏറെയേറെ പ്രതീക്ഷയുള്ള, ഏറെയേറെ ആഗ്രഹമുള്ള, ഒരുപാട് നാളുകളായി അവരുടെ പാരമ്പര്യമായി അവർ അനുഷ്ഠിച്ചു പോന്ന ഉംറയും ഹജ്ജും അനുഷ്ഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന, മാനസികമായി പ്രയാസപ്പെടുന്നവർക്ക് പ്രതീക്ഷയുടെ ഉന്നതമായ വിധാനം. അതേ, മക്കയിലേക്ക് പോകാൻ പോകുന്നു. ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ഇങ്ങോട്ട് വന്ന് മദീനയെ തകർക്കാൻ കടന്നു വന്ന ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ പ്രവാചകന്റേതാണ് നിർദ്ദേശം, വഹിയാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല. എങ്ങനെയാണ് അവർ പോകുന്നത്? ഉംറയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്, ഹജ്ജിന് വേണ്ടിയാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം വേറെയൊന്നുമല്ല, ഒരായുധവും കയ്യിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നർത്ഥം. ഒരായുധവും ഇല്ലാതെ സർവായുധ സന്നദ്ധരായി 10,000-ഓളം ആളുകളോടൊപ്പം, 10,000-ഓളം പടയാളികളോടൊപ്പം, ഒരുപാട് കുതിരകളോടൊപ്പം, ഒരുപാട് ഒട്ടകങ്ങളോടൊപ്പം, ഒരുപാട് സന്നാഹങ്ങളോടുകൂടി കടന്നു വന്ന ആളുകളുടെ നാട്ടിലേക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുന്നു. എങ്ങനെ പോകുന്നു? ഒന്നുമില്ലാതെ, കൈകളിൽ യാതൊന്നുമില്ലാതെ, ആയുധങ്ങളൊന്നും അണിയാതെ. ഹജ്ജിനോട് ഉംറയോടനുബന്ധിച്ച് ബലിയെറുക്കാനുള്ള മൃഗത്തെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള, ബലിയെറുക്കുന്നതിന് വേണ്ടിയുള്ള ആയുധമല്ലാതെ മറ്റൊന്നുമില്ലാതെ അവർ പോകാൻ സന്നദ്ധമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദിവസങ്ങൾ നീളുന്ന യാത്ര. ഒരു ദിവസമല്ല, എയർ കണ്ടീഷൻ ചെയ്ത ഫ്ലൈറ്റുകളിൽ ഇരുന്നുള്ള യാത്രയല്ല, ലോഞ്ചുകളിൽ സുഖമായി വിശ്രമിച്ചുകൊണ്ടുള്ള ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കുന്ന യാത്രയുമല്ല, മറിച്ച് ദിവസങ്ങളോളം മരുഭൂമിയിലൂടെയുള്ള യാത്ര. അവർ മദീനയിൽ നിന്ന്, ദുൽഹുലൈഫയിൽ നിന്ന് അവർ ഇഹ്റാമിൽ പ്രവേശിച്ച്, ഇഹ്റാമിലായി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, കാര്യമായി വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെള്ളം ഉപയോഗിച്ച് സ്വാഭാവികമായും കുളിയും ആ രൂപത്തിലുള്ള ശരീരത്തെ തണുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിർദ്ദേശത്തിന് പാത്രമായി മക്കയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കക്കടുത്ത് മക്കയിലേക്ക് അവർ പുറപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ മക്കയിലെത്തിയാൽ തീർച്ചയായും മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം തലമുറകളായി അവർ ചെയ്തു വരുന്നൊരു കാര്യം, അവർക്ക് സമൂഹത്തിൽ വലിയ അഭിമാനമായിരുന്ന കാര്യം, അള്ളാഹുവിൻ്റെ ഭവനത്തെ സമാധാനത്തോടുകൂടി തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളോട് അവർക്ക് സേവനം ചെയ്യുകയും അവരോട് യുദ്ധം ചെയ്യാതിരിക്കുകയും അവരെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഖുറൈശികളുടെ തലമുറകളായി അവർ അനുഷ്ഠിച്ചു വന്ന കാര്യം. അതുകൊണ്ട് തന്നെ മക്കയിലേക്ക് അവർ എത്തിയാൽ, മക്കയുടെ പ്രദേശത്തേക്ക് എത്തിയാൽ അവരുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മക്കയിലെ മുശ്രിക്കുകൾ ഖാലിദ് ഇബ്നു വലീദിനെയും കൂട്ടരെയും, അന്ന് ഖാലിദ് ഇബ്നു വലീദ് ഖുറൈശികളുടെ സായുധ രംഗത്തെ, പടയുടെ രംഗത്തെ മുടിചൂടാ മന്നനാണ്, അവരെയും കൂട്ടരെയും പറഞ്ഞയച്ചുവെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്ത്രം ഖാലിദിന്റെ പടയാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പ്രവാചകനും കൂട്ടരും ഹുദൈബിയയിലെത്തി അവിടെ
തമ്പടിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കടുത്തെത്തി അവിടെ തമ്പടിക്കുന്നു. ആരുടെ അടുത്തേക്കാണ് യാത്ര? തങ്ങളെ കൊല്ലാൻ വേണ്ടി കടന്നു വന്ന ആളുകളുടെ അടുത്തേക്ക്. അവരുടെ കൈകളിൽ എന്തൊക്കെയുണ്ട്? അവരുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ 10,000-ഓളം ആളുകൾ, 10,000-ഓളം പടയാളികൾ എന്തൊക്കെ ആയുധങ്ങളുമായിട്ടാണോ കടന്നു വന്നത്, ആയുധങ്ങൾ മുഴുവനും അവരുടെ കയ്യിൽ ഇപ്പോഴും സുരക്ഷിതമാണ്. അവരുടെ അടുക്കലേക്ക് നിരായുധരായി കടന്നു ചെല്ലുകയാണ് പ്രവാചകനും സഹാബിമാരും. അതിൻ്റെ മുന്നോടിയായി എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ വഹിയിൽ വിശ്വസിച്ച് വല്ലാത്ത ആവേശത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയുടെ തീവ്രമായ അവസ്ഥ, പ്രതീക്ഷയുടെ എക്സ്ട്രീം ഹോപ്പ് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥ, പ്രതീക്ഷയുടെ തീവ്രമായ അവസ്ഥ. ഇതാ പ്രവാചകന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ പോകുന്നു. അവിടെ നമ്മളെല്ലാവരും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുവാൻ പോകുന്നു. അവിടെ നിന്ന് മക്കാ മുശ്രിക്കുകളുടെ അടുത്തേക്ക് ഞങ്ങൾ നിങ്ങളുമായി തർക്കിക്കുവാനോ യുദ്ധം ചെയ്യുവാനോ സായുധമായി പോരാടുവാനോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തെ തവാഫ് ചെയ്ത് ഹജ്ജും ഉംറയും ചെയ്ത് മടങ്ങുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുമായി പോരാടാതിരിക്കണം എന്ന സന്ദേശവുമായി അംബാസഡറായി, സന്ദേശവാഹകനായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ ഖുറൈശികളുമായി ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഖുറൈശികൾ വലിയ ധർമ്മസങ്കടത്തിലാണ്. അവർ തലമുറകളായി കാത്തുപോന്ന ഈ മക്കയിൽ വരുന്ന ആളുകളെ സംരക്ഷിക്കുമെന്ന എല്ലാവരുടെ ഇടയിലുമുള്ള ഖ്യാതി, അതിന് ഭംഗം വരുത്തണമോ? അതല്ല, തങ്ങളുടെ കൈകളിൽ വന്ന മുഹമ്മദിനെയും കുട്ടരെയും, ആയുധം പോലും ഇല്ലാതെ കയ്യിൽ വന്ന മുഹമ്മദിനെയും കുട്ടരെയും വകവരുത്തി ഈ ഒരു ശല്യം പൂർണ്ണമായി ഒഴിവാക്കണമോ? അതാണ് അവരുടെ മുന്നിലുള്ള പ്രശ്നം. ആ പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് തീർച്ചയായും പ്രവാചകന്റെ വഹിയിൽ മുഴുവനും വിശ്വസിച്ച വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട്, ആഘാതമേൽപ്പിച്ചുകൊണ്ടുള്ള വാർത്ത അതാ തിരിച്ചെത്തിയിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കാ മുശ്രിക്കുകൾ കൊന്നുകളഞ്ഞിരിക്കുന്നു. അതാണ് വാർത്ത. പ്രവാചകന്റെ അംബാസഡറെ, പ്രവാചകന്റെ പ്രതിനിധിയെ മക്കാ മുശ്രിക്കുകൾ കൊന്നുകളഞ്ഞിരിക്കുന്നു. അവർ കൊന്നിട്ടില്ലായിരുന്നു, അവർ അദ്ദേഹത്തെ ബന്ദിയായി പിടിച്ചു വെച്ചതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വാർത്തയാണ് പ്രചരിച്ചത്. അതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ ഒരുമിച്ച് കൂട്ടി. ഇവിടെ സമാധാനത്തോടുകൂടി ഉംറ നിർവഹിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളെ, സമാധാനത്തോടുകൂടി ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളുടെ പ്രതിനിധിയെ, പ്രവാചകന്റെ പ്രതിനിധിയെ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായും നമ്മൾ പകരം വിട്ടുക തന്നെ ചെയ്യും. അവരൊരുമിച്ച് നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിജ്ഞ ചെയ്യുന്നു. ബൈഅത്തുർ റിദ്വാൻ എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിഞ്ഞ പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽ അവർ പ്രഖ്യാപിക്കുന്നത്, ആയുധങ്ങളൊന്നുമില്ലാതെ പ്രഖ്യാപിക്കുന്നത് എന്താണ് എന്നറിയാമോ? ഞങ്ങൾ മരണം വരെ ഉസ്മാനിന്റെ ഘാതകരോട് പകരം വിട്ടിക്കൊണ്ട് പോരാടുക തന്നെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം. അവിടെയും അവർക്ക് പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ധൈര്യത്തിൻ്റെ പൂർണ്ണതയാണ് അവിടെ നമ്മൾ കാണുന്നത്. ധൈര്യം, ഒരായുധവുമില്ലാതെ ശത്രുവിൻ്റെ കോട്ടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുമായി യുദ്ധം ചെയ്ത്, അവരുമായി സായുധമായി സമരം ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയെ കൊന്നതിന് പകരം ചോദിക്കുമെന്ന പ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ധൈര്യത്തിൻ്റെ തീവ്രത എത്രയായിരിക്കുമെന്ന് നമുക്ക് അളക്കാൻ കഴിയും. അവിടെ നമ്മൾ മാനുഷികമായ വികാരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നേരത്തെയുള്ള വലിയ പ്രതീക്ഷയിൽ നിന്ന് ധൈര്യത്തിൻ്റെ തീവ്രമായ അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. കഴിഞ്ഞില്ല. അവിടെ ഈ പ്രതിജ്ഞ ഒരായുധവുമില്ലാത്ത ആളുകളുടെ പ്രതിജ്ഞ, കൈകളിൽ യാതൊന്നുമില്ലാത്ത ഏതാനും സ്വഹാബിമാരുടെ പ്രതിജ്ഞ, ഏതാനും നൂറുകണക്കിന് ആളുകളുടെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ പക്ഷേ മക്കയിലെ ഖുറൈശികളെ വിറപ്പിച്ചു കളഞ്ഞു. അവർ ഞെട്ടിപ്പോയി. അവർ പ്രതിനിധികളെ പറഞ്ഞയച്ചു പ്രവാചകനുമായി സന്ധി സംഭാഷണത്തിന് വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്ന പ്രതിനിധികൾ വെച്ച
എല്ലാ സന്ധി വ്യവസ്ഥകളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്തത് എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? 10 കൊല്ലത്തേക്ക് യുദ്ധം പാടില്ല എന്നത് മാത്രം സ്വീകരിക്കാൻ പറ്റും. വേറെ എന്തൊക്കെയാണ്? വേറെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയത് മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും മദീനയിലേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും അവരുടെ പൂർവ്വമതത്തിലേക്ക് തിരിച്ചുപോയി മക്കയിലേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കില്ല. അവർക്കവിടെ പൂർണ്ണമായും സുരക്ഷിതത്വം നൽകും. മാത്രമല്ല, നാണം കെട്ട് തിരിച്ചു പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരാവശ്യപ്പെടുന്നത്, ഈ വർഷം ഹജ്ജിന് വരരുത്, ഈ വർഷം നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം, നിങ്ങൾക്ക് അടുത്ത വർഷം വരാം, ഈ വർഷം നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകണം. നാണം കെട്ട നിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ ഓരോന്നും എഴുതുന്ന സന്ദർഭത്തിൽ എഴുതുന്ന ആളുകൾക്ക് പോലും കൈവറച്ചു പോകുന്ന സന്ദർഭം. അള്ളാഹുവിൻ്റെ നാമത്തിൽ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ഇല്ല, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനെ ഞങ്ങൾക്ക് പരിചയമില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് വേണമെങ്കിൽ എഴുതിക്കോളൂ എന്ന്. പരമകാരുണികനും കരുണാനിധിയും എന്ന് മായ്ക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി മക്കയിലെ ഖുറൈശികളുമായി ഉണ്ടാക്കുന്ന കരാർ എന്ന് എഴുതിയപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, വെട്ടണമത് എന്ന് പറഞ്ഞപ്പോൾ വെട്ടിക്കൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൈര്യത്തോടു കൂടി നിൽക്കുന്ന സ്വഹാബിമാരുടെ മുന്നിൽ പോരാടി, പ്രവാചകന്റെ നേതൃത്വത്തിൽ പോരാടി മരിക്കാൻ സന്നദ്ധതയോടുകൂടി നിൽക്കുന്ന പ്രവാചകന്റെ മുന്നിൽ, ആ സ്വഹാബിമാരുടെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിയറ ഒരു പ്രതിജ്ഞ, ഒരു കരാറിന് ഒപ്പിടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ എന്തുമനുസരിക്കുമായിരുന്ന സ്വഹാബിമാർ, പ്രവാചകൻ പറയുന്നത് മാത്രമേ, ഇന്നലെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ കേവലം ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആയുധങ്ങളില്ലാതെ പോകാൻ സന്നദ്ധമായ, മരിക്കാൻ സന്നദ്ധമാകണമെന്ന് പറഞ്ഞപ്പോൾ ആയുധങ്ങളില്ലാതെ പോരാടാൻ പ്രതിജ്ഞ ചെയ്ത ആളുകൾ, അവിടെ തീവ്രമായ നാണക്കേടിലേക്കും തീവ്രമായ ദേഷ്യത്തിലേക്കും പോവുകയാണ്. എന്താ കാരണം? പ്രവാചകൻ ഉണ്ടാക്കിയ കരാറ് മുഴുവനും നാണക്കേടിൻ്റെ കരാറുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ കരാറുകൾ വായിച്ചാൽ ഏതൊരു വിശ്വാസിക്കും മനസ്സിൽ കോപമുണ്ടാകും, കോപത്തിൻ്റെ തീവ്രാവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞു, സഹാബിമാരെ, നമുക്ക് തിരിച്ചു പോകാം, നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ നിന്ന് മുക്തമാകണം, നിങ്ങൾ മുടി പഠിക്കണം. റസൂലുള്ള പറഞ്ഞപ്പോൾ, റസൂലുള്ള എന്ത് പറഞ്ഞാലും മരിക്കാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരും മാറി നിന്നില്ല, ഒരാൾ പോലും. തീവ്രമായ ധൈര്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിനൊരുങ്ങി നിന്ന ആളുകൾ. പക്ഷേ കോപത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ തീവ്രതയിൽ പ്രവാചകൻ അനുസരിക്കാതിരുന്നു പോയി. ആരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ അനുസരിക്കുന്നില്ല. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിന്നനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പ്രയാസമുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടുകൂടി കൂടാരത്തിലേക്ക് ചെന്നപ്പോൾ ആ സങ്കടപ്പെടുന്ന പ്രവാചകനോട് പ്രവാചക പത്നി, നമ്മുടെ എല്ലാ മാതാവ് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ചെയ്യുക, താങ്കളുടെ സമൂഹത്തിന് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല മുണ്ടനം ചെയ്തു. സഹാബിമാർ മുഴുവനും മുണ്ടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴതാ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നു, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. അതാണ് ഫത്ഹ്, അതാണ് വിജയം. ആ വിജയം മറ്റൊന്നുമല്ല, പ്രവാചകന് നൽകപ്പെട്ട വിജയമാണ്. വികാരങ്ങളുടെ തീവ്രമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ അതനുസരിക്കുവാൻ സന്നദ്ധമായ ഒരാൾക്കൂട്ടത്തെ, ഒരു വലിയ സഹാബി സഞ്ചയത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയത്തിൻ്റെ പിന്നീടുള്ള ഗാഥ നമുക്കറിയാം. ആ വിജയത്തിൽ നിന്ന്, ആ സമാധാനത്തിൻ്റെ കരാറിൽ നിന്ന് പിന്നീട്
ഇസ്ലാം വളരുന്നത്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ നന്മകൾ മുഴുവനും നേട്ടങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് പിന്നീട് ആ കരാർ ഏകപക്ഷീയമായി ലംഘിക്കപ്പെട്ടു മക്ക മുശ്രിക്കുകളാൽ. അങ്ങനെ ഏകപക്ഷീയമായി ലംഘിച്ചതിൻ്റെ ഫലമായി ഹിജറ 8 2 വർഷങ്ങൾക്ക് ശേഷം മക്ക രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴ്പ്പെടുന്നു. ആ കരാറിൻ്റെ അനന്തര ഫലം എന്നോണം മക്ക രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴ്പ്പെടുമ്പോൾ എല്ലാവിധ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഇസ്ലാമിന് വേണ്ടി നിലനിന്ന സ്വഹാബിമാരിൽ ചിലർ ഉറക്കെ വിളിച്ചു പറഞ്ഞുപോയി. മക്കയിലേക്ക് 10,000-ഓളം ആളുകൾ, സ്വഹാബി സഞ്ചയം അന്ന് വരെ ഇസ്ലാം സ്വീകരിച്ച 10,000-ഓളം ആളുകൾ മക്കയിലേക്ക് പന്തം കൊളുത്തിക്കൊണ്ട് മക്ക രാജ്യത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയാളികളുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന രംഗം വന്നപ്പോൾ അവരിൽ ചിലർ ഉറക്കെ പറഞ്ഞുപോയി, ഹാദാ യൗമുൽ മൽഹമ, ഇതാ ഇന്ന് ഇറച്ചുവെട്ടിൻ്റെ പകരം ചോദിക്കലിൻ്റെ രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമാണ് കേട്ടോ. അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ മക്കയിലെ മരുഭൂമിയിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം ഞങ്ങളിൽ ചിലരുടെ നെഞ്ചത്ത് വലിയ കല്ല് കയറ്റി വെച്ച് ഈ മണ്ണിൽ തിളച്ചു മറിയുന്ന മണ്ണിൽ ശരീരം കിടത്തി ഞങ്ങളെ കയറുകെട്ടി വലിച്ചത് ഈ ആളുകളാണ്. ഒരു തെറ്റും ചെയ്തിട്ടല്ല. സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യനെന്ന് പ്രഖ്യാപിക്കുകയല്ലാത്ത തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അവർക്കുള്ള മറുപടി ഇന്നാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഞങ്ങളിൽപ്പെട്ട സഹോദരിമാരിൽ ചിലരെ അവർ സത്യദീൻ സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം അവരുടെ ഗുഹ്യഭാഗത്തേക്ക് മർമ്മസ്ഥാനത്തേക്ക് കുന്തം കുത്തിയിറക്കി പിടഞ്ഞു മരിക്കുന്നത് സാക്ഷികളായി നിൽക്കേണ്ടി വന്ന ദുർബലമായ ദിവസങ്ങൾ കഴിഞ്ഞുപോയ മക്കയിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആ ക്രൂരതകൾ ചെയ്ത ആളുകളുടെ ചിത്രം. അതേ, ഹാദാ യൗമുൽ മൽഹമ, പകരം ചോദിക്കുന്ന ദിവസമാണിന്ന്. ഈ മക്കയിൽ വെച്ചാട് ഉഹുദിൽ വെച്ചൊരു ചെറിയ പരാജയമുണ്ടായപ്പോൾ ആ പരാജയപ്പെട്ട ഉഹുദിന്റെ രണഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ഇസ്ലാമിന്റെ സിംഹം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം പിളർത്തി കീറി അതിൽ നിന്ന് കരളെടുത്ത് പല്ലുകൊണ്ട് കടിച്ചു ചവച്ചു തുപ്പി അദ്ദേഹത്തിൻ്റെയും മറ്റ് മരിച്ചു കിടക്കുന്ന രക്തസാക്ഷികളായി കിടക്കുന്ന സഹാബിമാരുടെയും ശരീരത്തിലെ അവയവങ്ങൾ കാതും മൂക്കും മരിഞ്ഞെടുത്ത് ഈത്തപ്പന നാരിൽ കോർത്തെടുത്ത് അത് കഴുത്തിലണിഞ്ഞ് ഉഹദിന്റെ രംഗത്ത് നൃത്തമാടിയ ആളുകൾ ഇതാ ഈ മക്കയിൽ ഇന്നിവിടെയുണ്ട്. ഹാദാ യൗമുൽ മൽഹമ, അവരെ ഞങ്ങൾക്ക് കിട്ടും, അവരെ ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ എത്രയോ ചിത്രങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, സമാധാനത്തിൻ്റെ പ്രവാചകൻ, മതം സമാധാനമാണ്, കലാപമല്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ ദൈവദൂതൻ അവരെ തിരുത്തി. ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കലാപത്തിൻ്റെതല്ല, ഇന്ന് കുഴപ്പത്തിൻ്റെതല്ല, ഇന്ന് പ്രതികാരത്തിൻ്റെതല്ല, ഇന്ന് ഇറച്ചുവെട്ടിൻ്റെതല്ല, മറിച്ച് ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. ചരിത്രത്തിൽ എവിടെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിരന്നു നിൽക്കുകയാണ്. ആരാണ് നിരന്നു നിൽക്കുന്നത്? നേരത്തെ പറഞ്ഞ എല്ലാവരും. മക്കയിൽ വെച്ച് നീണ്ട 13 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബിമാരെയും പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തിയവർ മുഴുവനും. പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പ്രഭാഷണത്തിന്റെ പരിധി വിട്ടുപോകുന്ന രൂപത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും സഹിച്ച ആ പ്രയാസങ്ങൾക്ക് മുഴുവനും കാരണമായ ആളുകൾ മുഴുവനും കഅബാലയത്തിന്റെ മുന്നിൽ അതാ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. അവർ പരാജയപ്പെട്ടിരിക്കുന്നു. കേവലം 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മക്കയിലും ചുറ്റുപാടുമുള്ള സകല ഗോത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടി മദീന എന്ന നാടിനെ മുഴുവനും തകർക്കാൻ, ഈ വന്ന സ്വഹാബിമാരെ മുഴുവനും കൊന്നുകളയാൻ, അവരുടെ ഭാര്യമാരെ മുഴുവനും അടിമച്ചന്തയിൽ വിൽക്കുവാൻ തക്ക രൂപത്തിൽ എടുത്തുകൊണ്ടുവരാൻ, അവരുടെ മക്കളെ മുഴുവനും അടിമച്ചന്തയിലേക്ക് പറഞ്ഞയക്കുവാൻ തക്ക രൂപത്തിൽ കൊണ്ടുവരാൻ സന്നദ്ധമായി 10,000-കണക്കിന് ആളുകളെ കൂട്ടി വന്ന ആളുകൾ അവരിതാ ഇന്ന് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. അവരുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭീകരവാദം ലോകത്തിന് പഠിപ്പിച്ച മുഹമ്മദ്, അദ്ദേഹം ചോദിച്ചു, മക്കയിലുള്ളവരെ
നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? മക്കക്കാർക്കൊന്നും മറുപടി പറയാനില്ല. മക്കക്കാർക്ക് പ്രതീക്ഷിക്കാനുള്ളത് പ്രയാസമാണ്. മക്കക്കാർക്ക് പക്ഷേ അൽ അമീനിനെ അറിയാം. അവരുടെ അൽ അമീൻ, 40 വർഷം അവരോടൊപ്പം ജീവിച്ച അൽ അമീൻ, സത്യമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അവർ കേട്ടിട്ടില്ല. നീതിയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൽ നിന്ന് അവർ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തോട് അനീതി ചെയ്തത് മക്കക്കാരാണ്. അദ്ദേഹത്തെ പീഡിപ്പിച്ചത് മക്കക്കാരാണ്. ആ അൽ അമീനിന്റെ വ്യക്തിത്വത്തിന്റെ നന്മയെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, മുഹമ്മദ് താങ്കൾ മാന്യനാണ്, മാന്യനായൊരു മനുഷ്യന്റെ മകനാണ്, ഞങ്ങൾ താങ്കളിൽ നിന്നും മാന്യത പ്രതീക്ഷിക്കുന്നു. എന്താണ് മാന്യത? എന്താണ് മാന്യമായ പ്രതികാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പറയുന്നത്, നിങ്ങളിതാ സ്വതന്ത്രരായിരിക്കുന്നു എന്നാണ്. നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന്. രക്തച്ചൊരിച്ചിലുകളില്ലാത്ത സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം പക്ഷേ ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ വലിയ വിജയമായിരുന്നു. അതല്ല വിജയം, മറിച്ച് 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ വിജയത്തിലേക്ക് നയിച്ച ഹുദൈബിയ സന്ധി എന്ന സമാധാനത്തിൻ്റെ കരാറാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേവലം ഒരു വഹി ഇറക്കി കൊടുത്താൽ മതിയായിരുന്നു പടച്ച തമ്പുരാന്. എന്ത്? ഇതാ ഹുദൈബിയ സന്ധിയിൽ ആ സന്ധി നിങ്ങൾക്ക് വലിയൊരു വിജയമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വൈയക്തികമായ വഹി അറിയിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അല്ല, പടച്ചവൻ തീരുമാനിച്ചത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും ആവർത്തിച്ച് പാരായണം ചെയ്യട്ടെ. എന്ത്? ഈ സന്ധിയാണ് വിജയമെന്ന്. ഈ സന്ധിയാണ് സമാധാനത്തിന്റെ സന്ധിയാണ്. യുദ്ധമില്ലാത്ത 10 വർഷങ്ങൾക്ക് വേണ്ടിയുള്ള സന്ധിയാണ്. തീവ്രമായ വികാരങ്ങളെ മുഴുവനും അടക്കി വെച്ച് സ്വഹാബിമാരെ അനുസരണയുള്ള ആളുകളാക്കി തീർക്കുന്ന ആ സന്ധിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയമെന്ന് ലോകമറിയട്ടെ. അവസാന നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനുകളും മുസ്ലിങ്ങളും ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കട്ടെ, പാരായണം ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശമാണ്. മുഹമ്മദ് നബി സ്ഥാപിച്ച ആദർശമല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദി മനുഷ്യൻ മുതൽ സകല മനുഷ്യർക്കും ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന, സത്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം. ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് മതമാണ് എന്ന് ഇസ്ലാം പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അതാണ് അള്ളാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതമെന്നല്ല, മറിച്ച് സർവ്വലോക രക്ഷിതാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ അർത്ഥം. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് അതാണ്. വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക. വേദഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇന്ന് ലോകത്ത് മതം സ്ഥാപിച്ചു എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും അവരുടെ പേരിലുള്ള, അവരുടെ നാടിൻ്റെ പേരിലുള്ള, അവരുടെ പ്രദേശത്തിൻ്റെ പേരിലുള്ള, അവരുടെ തറവാടിൻ്റെ പേരിലുള്ള മതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ? വേദഗ്രന്ഥങ്ങൾ മറുപടി പറയട്ടെ, ഇല്ല 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 എന്ന് വേദഗ്രന്ഥങ്ങൾ ഒന്നിച്ചു പറയും. വേദോപനിഷത്തുക്കൾ ഭാരതത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. വേദോപനിഷത്തുക്കൾ എടുത്ത് പരിശോധിക്കട്ടെ. 4 വേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, 108 ഉപനിഷത്തുകൾ. ഈശാവാസ്യം എന്ന ചെറിയ ഉപനിഷത്ത് മുതൽ ബൃഹദാരണ്യകോപനിഷത്ത് എന്ന ബൃഹത്തായ ഉപനിഷത്ത് വരെയുള്ള 108 ഉപനിഷത്തുക്കൾ പരിശോധിക്കട്ടെ. ഏതെങ്കിലും ആചാര്യന്മാർ ഹിന്ദുമതം എന്ന ഒരു മതം ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. ബൈബിളിൽ 66 പുസ്തകങ്ങളാകട്ടെ, 73 പുസ്തകങ്ങളാകട്ടെ, യഹൂദന്മാരുടെ വേദഗ്രന്ഥമായ തോറയാകട്ടെ, കെതുബിമാകട്ടെ, നബയുമാകട്ടെ, സെന്റവസ്ഥ എന്ന പാർസികളുടെ വേദഗ്രന്ഥമാകട്ടെ, ഏതേതും എടുത്ത് പരിശോധിക്കുക. അവരാരെങ്കിലും ഇന്ന് അവരുടെ സമൂഹം പറയുന്ന മതം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല എന്നുത്തരം. പക്ഷേ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ സൃഷ്ടാവിനെ അറിയണം, നിങ്ങൾ സൃഷ്ടാവിനെ അറിയണം, അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കണം, അവനെ മാത്രം ആരാധിക്കണം. വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും കാണുന്നത് വിശദീകരിക്കേണ്ടതില്ല, പലതവണ വിശദീകരിക്കപ്പെട്ടതാണ്. വേദഗ്രന്ഥങ്ങൾ ഒരേ സ്വരത്തിൽ കാണുന്ന ശബ്ദം, നിങ്ങൾ സൃഷ്ടാവിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ അറിയണം, അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന ശബ്ദം. ഇത് വേദോപനിഷത്തുകളിൽ നമ്മൾ കാണും, ബൈബിളിലെ പുസ്തകങ്ങളിൽ മുഴുവനും നമ്മൾ കാണും. സെന്റവസ്ഥയിലും ലോകത്തുള്ള പ്രവാചകന്മാർ, ദൈവദൂതന്മാർ, ആചാര്യന്മാർ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും കാണും. ഏകനായ സൃഷ്ടാവിനെ അറിയണം,
അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതിന് മാത്രമാണ് ഇസ്ലാം എന്ന് പറയുക. സട്ടാവിനെ അറിഞ്ഞാൽ, ആ സട്ടാവിനെ മനസ്സിലാക്കിയാൽ, ആ സട്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾ സന്നദ്ധമായാൽ അയാളാണ് മുസ്ലിം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും മുസ്ലിമാണ് എന്ന്. ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും, ഈ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളും ഭൂമിയും സസ്യലതാദികളും എല്ലാം മുസ്ലിങ്ങളാണ് എന്ന്. ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ പേരല്ല, ഏതെങ്കിലും ഒരു പ്രവാചകനിലൂടെ സ്ഥാപിക്കപ്പെട്ട ആദർശവുമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിനു വേണ്ടി പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച് നൽകിയ ക്രമത്തിനാണ് ഇസ്ലാം എന്ന് പറയുക. സൂര്യൻ മുസ്ലിമാണ് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ. സൂറത്ത് ആൽ ഇംറാനിലെ ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിൽ 83-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് അതാണ്. സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, ആകാശഭൂമികളിലുള്ള എല്ലാം മുസ്ലിങ്ങളാണ്. എന്താണ് അവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ അർത്ഥം? അവയെല്ലാം സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമാണ്. ആ നിയമങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവക്കൊന്നും സാധ്യമല്ല. ആ നിയമങ്ങൾക്ക് വിധേയമായി അവർക്ക് സമർപ്പിതമായി അവർ മുന്നോട്ട് പോകുന്നു. ആ സമർപ്പണം അവരുടെ പ്രകൃതിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല. അത് കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ശാസ്ത്രം നിയമങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള, പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള നിയമങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ശാസ്ത്രം നിയമങ്ങൾ സൃഷ്ടിക്കുകയല്ല, നിയമങ്ങൾ അന്വേഷിക്കുകയാണ്. ശാസ്ത്രം നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്, നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല. ഭൂമി സൂര്യന് ചുറ്റും ചുറ്റാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ശാസ്ത്രത്തിൽ നിന്നാണ്. പക്ഷേ ആ സമയം നിശ്ചയിച്ചത് ശാസ്ത്രമല്ല, ആ നിയമം നിശ്ചയിച്ചത് സൃഷ്ടാവായ തമ്പുരാനാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നാം ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ പ്രകാരം പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ മുഴുവനും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ പ്രതിഭാസങ്ങളെല്ലാം മുസ്ലിമാണ് എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെടുത്തിടത്തോളം 30,000 കോടി ഗാലക്സികളുണ്ട്. ആ 30,000 കോടി ഗാലക്സികളിൽ ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം വരുന്ന നക്ഷത്രങ്ങളുണ്ട്. 10,000 കോടിയോളം വരുന്ന നക്ഷത്രങ്ങളിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിലുള്ള നക്ഷത്രങ്ങളിൽ 10,000 കോടിയോളം വരുന്ന നക്ഷത്രങ്ങളിൽ ഒരു ചെറിയ നക്ഷത്രമാണ്, ഒരു ഇടത്തരം നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനകത്ത് 103 ഭൂമികളെ കൊള്ളുമെന്ന് കണക്ക്. 103 ഭൂമിയല്ല, 103 ലക്ഷം ഭൂമികളെ കൊള്ളുമെന്ന് കണക്ക്. 103 ലക്ഷം ഭൂമികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൂര്യൻ നക്ഷത്രങ്ങളിൽ ഒരു ഇടത്തരമാണ്. സൂര്യന്റെ 10,000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ആകാശഗംഗയിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള ആകാശഗംഗയിലെ സൂര്യൻ എന്ന നക്ഷത്രത്തിന്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന 8 ഗ്രഹങ്ങളിലൊന്നായ പുതിയ കണക്ക് പ്രകാരം 8ആണ് ഗ്രഹം. മുമ്പ് 9 ആയിരുന്നു ഗ്രഹം, അത് വേറെ കണക്ക്. 8 ഗ്രഹങ്ങളിലൊന്നായ സൂര്യൻ, ഭൂമി, ആ ഭൂമിയിലെ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ, ജീവിവർഗങ്ങളിൽ, ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളിൽ ഒരു ജീവിവർഗമായ മനുഷ്യൻ. ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം, അവയുടെ കണക്കുകൾ മുഴുവനും, അവയുടെ നിലനിൽപ്പ് മുഴുവനും, അവയുടെ ചുറ്റലുകൾ മുഴുവനും, അവയുടെ നിലനിൽപ്പിന് ആധാരമായ നിയമങ്ങൾ മുഴുവനും ഒരേ ഭൂമിയിലെ മനുഷ്യൻ സൃഷ്ടിച്ചു വച്ചതല്ല. ആ നിയമങ്ങൾ പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ശാന്തിക്ക്, സമാധാനത്തിന്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് നിമിത്തമായ നിയമങ്ങൾ. ഓരോ സൂര്യനിലും ഓരോ നക്ഷത്രങ്ങളിലും 10,000 കോടി നക്ഷത്രങ്ങൾ നമ്മുടെ മിൽക്കി വേയിലുണ്ട് എന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ 30,000 കോടി ഗാലക്സികളുണ്ട് ഇതേപോലെയുള്ള മിൽക്കി വേയെ പോലെയുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ, പ്രപഞ്ചം മുഴുവൻ ആറ്റോമിക സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. നമ്മുടെ സൂര്യനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും നമ്മൾ കണ്ട ആറ്റോമിക സ്ഫോടനത്തിന്റെ കോടിക്കണക്കിനിരട്ടിയുള്ള ആറ്റോമിക സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷത്തിലും. അതാണ് സൂര്യൻ. ആ സൂര്യനെ പോലെ നക്ഷത്രങ്ങളെല്ലാം. ഇങ്ങനെയുള്ള തീഗോളങ്ങൾ, അങ്ങനെ പറഞ്ഞാലും പോരാ, തീ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ 100 ഡിഗ്രി 150 ഡിഗ്രി സെന്റിഗ്രേഡ് വരൂ. അതിനപ്പുറത്ത് ആയിരക്കണക്കിന്, ദശലക്ഷക്കണക്കിന് കെൽവിൻ ചൂടുള്ള ഈ നക്ഷത്ര സഞ്ചയങ്ങൾ മുഴുവനും ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരുടെ നിയമങ്ങൾക്ക് വിധേയമായി? സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമായി. ആ നിയമങ്ങൾ തെറ്റാത്തത് കൊണ്ട് പ്രപഞ്ചം സന്തുലിതമാണ്, ഇക്വിലിബ്രിയം ഉള്ളതാണ്.
ആ പ്രപഞ്ചം സന്തുലിതമാകുന്നത് പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പടച്ചവൻ സവിശേഷമായ അസ്തിത്വം നൽകി ആദരിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചില നിയമങ്ങൾ ആവശ്യമുണ്ട്. ആ നിയമങ്ങളില്ലെങ്കിൽ മനുഷ്യ ജീവിതം താറുമാറാകും, മനുഷ്യ ജീവിതം തകർന്നു പോകും. മനുഷ്യ ജീവിതം പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാകേണ്ടതാണ്. ആ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാകേണ്ട മനുഷ്യ ജീവിതം തകർന്ന് തരിപ്പണമാകാതിരിക്കണമെങ്കിൽ ചില നിയമങ്ങൾ വേണം. ജീവജാലങ്ങൾക്കൊന്നും നിയമങ്ങൾ വേണ്ട. ജീവജാലങ്ങൾ എത്ര എണ്ണമുണ്ട് അല്ലേ? നമുക്കറിയാം, സമുദ്രത്തിനകത്ത് ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ, കരയിൽ കാട്ടിൽ ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങൾ. ആ ജീവിവർഗങ്ങളിൽ ജന്തുക്കളും സസ്യങ്ങളും, ജന്തുക്കൾ തന്നെ ലക്ഷക്കണക്കിന്. എങ്കിൽ കാട്ടിൽ വല്ല നിയമവുമുണ്ടോ? കാട്ടിൽ വല്ല കോടതിയുമുണ്ടോ? കാട്ടിലെ രാജാവായി സിംഹവും മന്ത്രിയായി കുറുക്കനും മാറിയത് നമ്മുടെ കഥകളിലാണ്. കാട്ടിൽ രാജാവുമില്ല, മന്ത്രിയുമില്ല. പക്ഷേ ആ കാട്ടിൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒരു കലാപമില്ല. അവ പ്രകൃതിയുടെ നിയമങ്ങൾ പ്രകാരം, കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പടച്ചവന്റെ നിയമങ്ങൾ പ്രകാരം നിലനിൽക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കൃത്യമായ രേഖകൾക്കനുസരിച്ച് അവ മുന്നോട്ട് പോകുന്നു. അവ പ്രകൃതിയുടെ ഭാഗമാണ്, ഒരു കുഴപ്പമില്ല. സമുദ്രം ഇതിനേക്കാൾ സങ്കീർണമാണ്. സമുദ്രത്തിൽ അതിസൂക്ഷ്മമായ ജീവിവർഗങ്ങൾ മുതൽ അതിഭീകരമായ നീലത്തിമിംഗലം വരെയുള്ള ജീവികളുടെ വലിയ ശ്രേണി. വല്ല കുഴപ്പമുണ്ടോ? അവ മുഴുവനും തിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സർവലോകരക്ഷിതാവായ തമ്പുരാൻ നിശ്ചയിച്ച് നിയോഗിച്ചയച്ച പ്രവാചകന്മാർ, അവരിലൂടെ ലോകത്ത് പഠിപ്പിക്കപ്പെട്ടതാണ് മതം. മതം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്ക് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വമുള്ളത് കൊണ്ട് തന്നെ അവർ അനുസരിക്കേണ്ട ചില അടിസ്ഥാനപരമായ നിയമങ്ങളുണ്ട് എന്നത് സത്യം. കാട്ടിലുള്ള ജീവജാലങ്ങൾക്കോ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾക്കോ അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ മനുഷ്യന് നിയമങ്ങളില്ലാത്തൊരു 10 നിമിഷമുണ്ടായാൽ ഒരു നിയമവും അനുസരിക്കേണ്ടതില്ല. എല്ലാവരും സ്വന്തം ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് മാത്രം ജീവിച്ചു കൊള്ളട്ടെ എന്ന് ലോകത്തെ മുഴുവൻ ഭരണാധികാരികളും ഒരു ദിവസത്തെ 10 നിമിഷം കൊടുത്താൽ 11ാമത്തെ ഒരു നിമിഷം ഉണ്ടാവില്ല. ഈ ഭൂമി കത്തിച്ചാമ്പലാകും. 5000 ഭൂമികളെ തകർക്കാൻ ആവശ്യമായ ആയുധങ്ങൾക്ക് മുകളിൽ അടയിറക്കുന്നവരാണ് ലോകത്തെ മനുഷ്യനെന്ന ജീവി എന്ന് നമ്മൾ അറിയണം. അതാണ് മനുഷ്യന്റെ സ്ഥിതി. നിയമം വേണം, സംശയമില്ല. അപ്പോൾ ആര് നിയമം പഠിപ്പിക്കും? മനുഷ്യർക്ക് നിലനിൽപ്പിന് ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് സൃഷ്ടികർത്താവ് തന്നെയാണ് എന്നിടത്ത് ഇസ്ലാം മനുഷ്യരുടെ മുന്നിൽ ഈ വിഷയം സമർപ്പിക്കുന്നു. മനുഷ്യരോട് പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ, ഈ പ്രപഞ്ചത്തിന്റെ സമാധാനത്തേക്ക് ശാന്തിക്ക് ആധാരമായ നിയമങ്ങൾ അത് സൃഷ്ടാവിൽ നിന്നുള്ളതാണെങ്കിൽ മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനത്തിന് ആധാരമായ നിയമങ്ങൾ, ജീവിതത്തിൽ സംതൃപ്തിക്ക് ആധാരമായ നിയമങ്ങൾ, ജീവിതത്തിൽ ശാന്തിക്ക് ആധാരമായ നിയമങ്ങൾ സൃഷ്ടാവിൽ നിന്നുള്ളതാകണം. ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇസ്ലാം. അത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തിൽ കലാപമില്ലാത്തത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തിൽ സാഹോദര്യമുള്ളത്. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന ഉപനിഷത്തുകളുടെ അടിസ്ഥാന ആശയം. മനുഷ്യർ മുഴുവനും സഹോദരങ്ങളാണ്, അവരുടെ സ്വദേശമാണ് ഭൂമി മുഴുവനും എന്ന ആശയം. സപ്തസിന്ധുവാണ്, ഈ ഭാരത രാജ്യമാണ് ലോകത്ത് മുഴുവനുമുള്ള എല്ലാ നന്മകളുടെയും കേദാരമെന്ന്, ഭാരതത്തിന് പുറത്തുള്ളതെല്ലാം വെറുക്കപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന പുതിയ കാല ഹിന്ദുത്വത്തിൻ്റെ ആളുകൾക്ക് ഈ ഉപനിഷത്ത് വചനം പരിചയമില്ലാത്തത്. പക്ഷേ ഭാരതത്തിൻ്റെ ദാർശനിക ഗ്രന്ഥങ്ങൾക്ക് പരിചയമുള്ളത്. എന്തുകൊണ്ട് അവരത് പറഞ്ഞു? അവർക്ക് ഭാരതമില്ലായിരുന്നു, മനുഷ്യരെ ഉണ്ടായിരുന്നു. നിന്നയൽവാസിയെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലെ
10-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്തിലൂടെ ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽവാസി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ക്രിസ്തു നിയോഗിക്കപ്പെട്ടത് ഇസ്രായേൽ സമുദായത്തിലേക്കായിട്ട് പോലും ക്രിസ്തുവിന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം ഇസ്രായേൽ സമുദായത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോവുക എന്നായിട്ട് പോലും അദ്ദേഹം ഇസ്രായേല്യരെ എന്ന് പറഞ്ഞില്ല, ക്രിസ്ത്യാനിയെ എന്ന് തീരെ പറഞ്ഞില്ല. ക്രിസ്തുവിനല്ലെങ്കിലും ക്രിസ്ത്യാനിസം അറിയില്ലായിരുന്നല്ലോ. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ആ പ്രവാചകന്റെ വചനത്തെ എടുത്ത് വ്യാഖ്യാനിച്ച ഹദീസ് പണ്ഡിതന്മാർ, പിൽക്കാലഘട്ടത്തിലെ ഫിഖ്ഹ് പണ്ഡിതന്മാരുടെ ചർച്ച എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അയൽവാസി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എത്ര ദൂരം വരെ പോകുമെന്നതാണ്. ഏത് ജാതിപ്പെടുന്നുള്ളതല്ല, ഏത് വിഭാഗത്തിൽപ്പെടുന്നുള്ളതല്ല. വയറ് നിറച്ചുണ്ണാൻ കഴിയാത്ത വിധം പരിശോധിക്കേണ്ടത് 40 വീടുകൾ കിഴക്കോട്ടും 40 വീടുകൾ വടക്കോട്ടും 40 വീടുകൾ മുന്നോട്ടും 40 വീടുകൾ പിന്നോട്ടുമാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വലുപ്പം എത്ര വലുത് എന്ന് നമ്മൾ ആലോചിക്കുക. അവിടെയുള്ള ആളുകളെല്ലാം പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടൂ എന്നാണ് അതിനർത്ഥം. ഇത് മാനവികതയുടെ സ്വരം, ഞാൻ സൂചിപ്പിക്കുന്ന മതത്തിന്റെ സ്വരമാണ്. ആ മതം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു ആദർശത്തിന്റെ പേരല്ല ഇസ്ലാം. മുഹമ്മദ് നബിയാൽ പൂർത്തീകരിക്കപ്പെട്ട മതം. ആ മതം മനുഷ്യർക്ക് അവരുടെ വൈയക്തികമായ സമാധാനത്തിനുള്ള കൃത്യമായ മാർഗരേഖ കൊടുക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വ്യക്തിപരമായ ശാന്തിക്ക്, സമാധാനത്തിന്, സംതൃപ്തിക്ക് എന്താ മാർഗം എന്ന് കൃത്യമായി വരച്ചു കാണിക്കുക. ദൈവസ്മരണ കൊണ്ടാണ്, കൃത്യമായ പടച്ചവനെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി അവരെ സ്മരിക്കുന്നത് കൊണ്ടാണ് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ. സന്തോഷം ലഭിക്കുക എന്നല്ല കേട്ടോ. സന്തോഷം ദുഃഖവും ജീവിതത്തിലുണ്ട്, സ്വാഭാവികം. ദുഃഖമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും സമാധാന ചിത്തമായ മനസ്സുണ്ടെങ്കിൽ സംതൃപ്തമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് പുതിയ കാലഘട്ടത്തിലെ വ്യക്തിത്വ വികസനത്തിന്റെ ശാസ്ത്രശാഖയിൽ വലിയ വലിയ ആളുകൾ പറഞ്ഞു വെക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പറഞ്ഞു തന്നത് റഹ്മാനെ നിങ്ങൾ അറിയൂ, റഹ്മാനെ നിങ്ങൾ മനസ്സിലാക്കൂ, പടച്ചവനിൽ നിന്ന് കാരുണ്യം മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് അവനിൽ നിന്ന് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ദുഃഖമായി തീരുമെങ്കിൽ, സന്തോഷമായി തീരുമെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന വിധം അവനിലുള്ള സ്മരണ നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്തൂ. അപ്പോൾ സമാധാനം ഉണ്ടാകും, യഥാർത്ഥത്തിലുള്ള ശാന്തി ഉണ്ടാകും വ്യക്തി ജീവിതത്തിൽ. കുടുംബജീവിതത്തിലുള്ള ശാന്തി മന്ത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ആൺകോയ്മയുടെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടന്നു വന്ന ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യരോട് ആണിനും പെണ്ണിനും അവകാശങ്ങളുണ്ട് എന്ന് മാത്രമല്ല, പെണ്ണവകാശങ്ങളും ആണവകാശങ്ങളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊടുത്ത പരിശുദ്ധ ഖുർആന്റെ ദർശനം. ആ അവകാശങ്ങളുടെ പാരസ്പര്യം, ആ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് പരസ്പരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സമാധാനപൂർണമായ കുടുംബാന്തരീക്ഷം ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ദർശനം. ആ ദർശനം പുതിയ കാലത്തെ എക്കാലഘട്ടത്തിലെയും കുടുംബ പ്രശ്നങ്ങൾക്കുള്ള, കുടുംബത്തിലെ സ്വാരസ്യങ്ങൾക്കുള്ള മറുപടി. അവിടെ നിന്ന് സമൂഹത്തിലെത്തുമ്പോൾ അങ്ങനെ സാമൂഹികമായ നിയമങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി തആല. നിങ്ങൾക്ക് സമൂഹത്തിൽ സമാധാനം വേണോ? ശാന്തി നിലനിൽക്കണം. ശാന്തി നിലനിൽക്കണമോ? ആ ശാന്തി നിലനിൽക്കണമെങ്കിൽ നീതി ഉണ്ടാകണം. നീതിയില്ലാതെയാകുമ്പോൾ അശാന്തി ഉണ്ടാകും. അനീതി അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യന്മാർ ആ അനീതിക്കെതിരെ പോരാടുന്ന അവസ്ഥയുണ്ടാകും. അതിനെന്ത് വേണം? ശാന്തി ഉണ്ടാകണമെങ്കിൽ നീതിയുണ്ടാകണം. നീതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആന്റെ ഭാഷ, ഖുർആന്റെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 135-ാമത്തെ വചനത്തിൽ പറഞ്ഞത് നീതി നിനക്കെതിരാണെങ്കിൽ നീ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാണ്.
നീതി നിന്റെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാണ്. നീതി നിന്റെ കൂട്ടുകുടുംബാദികൾക്കെതിരാണെങ്കിൽ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാണ്. നീതി നിന്റെ ഭാര്യ സന്താനങ്ങൾക്ക്, ഭർത്താവ് സന്താനങ്ങൾക്ക് എതിരാണെങ്കിൽ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാണ്. നീതി പാവപ്പെട്ടവനെതിരാണെങ്കിൽ നീ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാണ്. നീതി പണക്കാരനെതിരാണെങ്കിൽ നീ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നാണ്. പ്രത്യയശാസ്ത്രങ്ങൾക്ക് പരിചയമില്ലാത്ത സ്വരമാണത്. പാർട്ടിക്കാരൻ മാറുമ്പോൾ അതിനനുസരിച്ച് നീതി മാറുന്ന ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പരിചയമില്ലാത്ത സ്വരം. പ്രവാചകൻ പഠിപ്പിച്ചത് നീതി നിനക്കെതിരാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു നീതി അദ്ദേഹത്തിനെതിരാണെങ്കിൽ ആ നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്ന സ്വരത്തിൻ്റെ അർത്ഥം. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ. ഇവിടെ ഇദ്രീസ് സ്വലാഹി വളരെ സുന്ദരമായി അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലെ നീതിക്ക് വേണ്ടിയുള്ള ഇസ്ലാമിക നിയമജ്ഞന്റെ നീതിയുടെ വിധിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ജീവിതത്തിൽ മുഴുവനും ആ നീതിയുടെ ഭാഗപാട് സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ, ആ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുന്ന ആളുകൾക്കെതിരെ പോരാടേണ്ട സന്ദർഭം ഉണ്ടാകുമ്പോൾ അധികാരം കയ്യിലുള്ളവൻ പോരാടണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് കലാപമല്ല, അതിൻ്റെ പേര് ധർമ്മയുദ്ധം എന്നാണ്. ആ യുദ്ധം ആർക്കെങ്കിലും എതിരെയുള്ള കൊലവിളിയല്ല, ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം ഏതെങ്കിലും വിഭാഗത്തിനെതിരല്ല. ആ പോരാട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെ പോരാടുന്നില്ലെങ്കിൽ, അങ്ങനെ പോരാടാൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ ലോകത്ത് ദൈവത്തെ ആരാധിക്കുന്ന, സൃഷ്ടാവിനെ ആരാധിക്കുന്ന സിനഗോഗുകളും ക്ഷേത്രങ്ങളും ചർച്ചുകളും തകർക്കപ്പെടുമായിരുന്നു എന്നാണ്. കേവലം പള്ളികളല്ല. ഇവിടെ അത് നീതിക്ക് വേണ്ടിയുള്ള, ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള യുദ്ധം. അത് കലാപമല്ല. അത് ഏതെങ്കിലും വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന കേവലമായ കണ്ടുകെട്ടിക്കൊണ്ടുള്ള അന്ധമായ ആക്രമണമല്ല. പുതിയ കാലഘട്ടത്തിൽ എല്ലാം തലകുത്തനെയാവുകയാണ്. ആ തലകുത്തനെയാകുന്ന പുതിയ കാലത്ത് സാമ്രാജ്യത്വത്തിന് ആവശ്യമുള്ള, മുതലാളിത്തത്തിന് ആവശ്യമുള്ള പെട്രോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ കലാപങ്ങളും കലുഷിതമായ അന്തരീക്ഷവും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചതിനനുസരിച്ചുണ്ടാക്കുന്ന ലോകക്രമത്തിന്റെ ഭാഗമായി അവിടങ്ങളിൽ മുസ്ലിങ്ങളാണുള്ളത് എന്നതുകൊണ്ട് അവരെ ഭീകരവാദികളാക്കുക സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമാണ്, സയനിസത്തിന്റെ ആവശ്യമാണ്. അതിനനുസരിച്ച് അവരുടെ മെഗാഫോണുകളായ മീഡിയ ഉപയോഗപ്പെടുത്തി ഈ സാമ്രാജ്യത്വവും സയനിസവും ഇസ്ലാം ഭീകരമാണ് എന്ന് വരുത്തി തീർക്കുക മാത്രമല്ല, മുസ്ലിം യുവാക്കളെ ഭീകരന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. അവിടെ അവർക്ക് സമാധാനം സംസാരിക്കുന്നവന്റെ നാവാണ് അറുക്കേണ്ടത്. സാമ്രാജ്യത്വത്തിന്റെയും സയനിസത്തിന്റെയും ഭാരതീയ രൂപമായ ഫാഷിസത്തിന്, ഭീകരതയ്ക്ക് വേണ്ടി, തീവ്രവാദത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളോട് കാര്യമായ വിരോധമൊന്നുമില്ല. ഇസ്ലാം സത്യമാണ് എന്നുറക്കെ പറയുന്ന, ഇസ്ലാമാണ് സത്യമെന്ന് പറയുന്ന, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന, ഇസ്ലാമിനെ സത്യസന്ധമായി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ശാന്തി സന്ദേശം ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുന്ന ആളുകളുടെ നാവരിയുവാൻ വേണ്ടിയാണ് ഫാഷിസവും ശ്രമിക്കുന്നത്. സ്വാഭാവികം. ഇസ്ലാമോഫോബിയ അവരുടെ ആയുധമാണ്. അവർക്ക് അവരുടെ അധികാരത്തിലേറണമെങ്കിൽ, അവരുദ്ദേശിക്കുന്ന സാമൂഹ്യ ക്രമം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി വളർത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ആ ഇസ്ലാമിന് എന്ന് പറയുന്ന എന്തോ ഒരു മഹാവിപത്ത് വരാനിരിക്കുന്നു, ആ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളായി, ആ വിമോചകന്മാരായി സാമ്രാജ്യത്വത്തിന്റെ ദല്ലാളന്മാർക്ക്, ഫാഷിസത്തിന്റെ ദല്ലാളന്മാർക്ക് പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജനമനസ്സുകൾക്കകത്ത് സ്ഥാനം ലഭിക്കുകയും ഡെമോക്രാറ്റിക്കായ, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമെന്ന് ആണയിടുന്ന സമ്പ്രദായങ്ങളിലേക്ക് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ കയറി ചെല്ലാൻ അവർക്ക് കഴിയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അത്. ഇവിടെയാണ് വലിയ ദൗത്യം നിർവഹിക്കുവാനുള്ളത്. ഇസ്ലാഹി സെന്റർ ഈ ഒരു ക്യാമ്പയിനിലൂടെ ആ ദൗത്യ നിർവഹണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇസ്ലാം മതം, അത് മതം എന്ന് പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു ആശയമാണ് എന്ന തലത്തിനപ്പുറത്ത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച, ആചാര്യന്മാർ മുഴുവനും പറഞ്ഞു വെച്ച, ദൈവത്തിൽ നിന്ന് സട്ടാവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ആളുകളുടെ മുഴുവനും സന്ദേശം, അത് പടച്ച തമ്പുരാന്റെ സന്ദേശം, മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട സന്ദേശം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശം, ആ സന്ദേശം മനുഷ്യരെ കലാപത്തിനല്ല, ശാന്തിക്കാണ്, സമാധാനത്തിനാണ്, വിട്ടുവീഴ്ചക്കാണ്, കരാറിനാണ് പ്രേരിപ്പിക്കുന്നത് എന്ന സന്ദേശം, ആ സന്ദേശം പറയാൻ വേണ്ടിയാണ്, ആ സന്ദേശമാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്നറിയാൻ വേണ്ടിയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്ന വിജയം. ഏതെങ്കിലും ശത്രുവിനെതിരെയുള്ള വിജയമല്ല, മറിച്ച് സ്വന്തത്തിനെതിരെയുള്ള വിജയമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതേ, സമാധാനപൂർണമായ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ഡിസിപ്ലിൻഡ് ആകുന്ന പ്രവാചകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അനുസരിക്കുവാൻ സന്നദ്ധതയുള്ള ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫത്ഹൻ മുബീന, വ്യക്തമായ വിജയമെന്ന് തിരിച്ചറിയുവാനാണ് ഞാൻ ആദ്യം ആ സംഭവം തിരിച്ചത്. അതെ, അതാണ് വിജയം. സഹോദരങ്ങളെ, ഫാഷിസത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ, ഇസ്ലാമിനെതിരെയുള്ള, ആദർശത്തിനെതിരെയുള്ള, പ്രവാചകനെതിരെയുള്ള, പരിശുദ്ധ ഖുർആനിനെതിരെയുള്ള കൊലവിളികൾ കാണുമ്പോൾ ആ കൊലവിളികൾക്ക് പകരം തിരിച്ചും ഒരു കൊലവിളി എന്നതല്ല, മറിച്ച് അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടങ്ങളിലടക്കം അവർ ഉണ്ടാക്കുന്ന ആയുധങ്ങളെ നിർവീര്യമാക്കുന്ന ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, ആ ദൗത്യ നിർവഹണത്തിന്റെ രംഗത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ശാന്തിയും സമാധാനവുമാണ് എന്ന് ജീവിതത്തിലൂടെ, കർമ്മങ്ങളിലൂടെ, ലഘുലേഖകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ കേരളത്തിന്റെ ഭൂതകാലം നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയും. ആ ഭൂതകാലം സൗഹൃദത്തിന്റെ ഭൂതകാലപാട്, സ്നേഹത്തിന്റെ ഭൂതകാലപാട്, ഒരുമയുടെ ഭൂതകാലപാട്. അടുത്ത വീട്ടിൽ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാതെ, മുസ്ലിമാണോ എന്ന് നോക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന, പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്ന, പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന ആ ഭൂതകാലപാട്, ആ ഭൂതകാലത്തെ പുനഃസൃഷ്ടിക്കാൻ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും പ്രവാചക നിർദ്ദേശങ്ങളുടെയും ശാദ്വല ഭൂമിയിലേക്ക് മനുഷ്യരെ മുഴുവനും ക്ഷണിക്കാൻ, ആ ഭൂമി സംഭാവന ചെയ്യുന്ന സമാധാനത്തിന്റെ സന്ദേശത്തിലേക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മുഴുവനും കൈപിടിച്ചു കൊണ്ടുപോകുവാൻ നമ്മുടെ ഈ പ്രമേയവുമായുള്ള 2 മാസത്തെ ക്യാമ്പയിന് വഴി നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള ഊർജം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാൻ നാം സന്നദ്ധമാവുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.